നമ്മൾ ഇന്ന് പഠിക്കുന്ന ക്യാപ്ചർ ദി ഇമേജ് എന്നുള്ളതിൻ്റെ ബേസിക്സ് ആണ് പഠിക്കുന്നത്. ക്യാപ്ചർ ദി ഇമേജ് ഇത് ഞാനിങ്ങനെ ഇവിടുന്ന് ക്ലാസ് എടുത്താൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും എന്നുള്ളതിനപ്പുറം നമ്മളിവിടെ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളിപ്പോൾ ചെയ്യുന്ന നിങ്ങളുടെ മൊബൈലിൽ ഞാൻ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. കുറച്ച് പേരൊക്കെ ഇമേജ് ഇട്ട് തരും, ബാക്കിയുള്ളവർ ഇടുന്നില്ല, ഭയങ്കര കുഴപ്പമാണ്. എന്തായാലും നിങ്ങൾ ക്ലാസ് തുടങ്ങുമ്പോഴേക്കും അത് ബെസ്റ്റർ ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, മോസ്റ്റ് ഫോട്ടോഗ്രാഫേഴ്സ് സ്റ്റാർട്ട് ദെയർ ലൈഫ് long image making journey because they enjoy taking the picture. So you who are the actively involved in the using digital technology are the different. നമുക്ക് എല്ലാവരും ചിത്രം വരയ്ക്കും, ചിത്രം കാണും, ചിത്രത്തെക്കുറിച്ച് സംസാരിക്കും, ചിത്രം മൊബൈലിൽ പകർത്തും. പക്ഷേ ഒരു ഡിജിറ്റൽ പ്രോസസ്സിങ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും ഒരു ഗ്രേറ്റ് ആയിട്ടുള്ളൊരു ഇമേജ് എടുക്കുമ്പോൾ പല ടെക്നിക്സുകളും മനസ്സിലാക്കി മാത്രമേ നമുക്ക് ഗംഭീരമാക്കാൻ പറ്റുള്ളൂ. അതിൽ ഒന്നാമത്തത് അത് നമ്മൾ അതിൻ്റെ ഇമേജിൻ്റെ കോമ്പോസിഷൻ നമ്മൾ ക്രിയേറ്റിവിറ്റി പഠിച്ചതിന് ശേഷമാണ് ഇത് പഠിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കോമ്പോസിഷനെ കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒരു നീളം ഗുണം വീതി ഫ്രെയിമിൽ എങ്ങനെയാണോ നിങ്ങളത് കമ്പോസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ബ്യൂട്ടിയിലെ ആദ്യ ഘടകം കമ്പോസിങ്ങിൽ തന്നെ മനസ്സിലാവും. രണ്ടാമത് അത് എക്സ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഷട്ടർ സ്പീഡ് എത്രയായിരിക്കണം, അതിൻ്റെ എഫ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ഡയഫ്രം അല്ലെങ്കിൽ ഐറിസ് എങ്ങനെയായിരിക്കണം എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം നമ്മൾ ഫോക്കസ് ചെയ്യുന്നു, അതിൻ്റെ എക്സ്പോഷൻ്റെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കോമ്പോസിങ് നോക്കി ഫോക്കസ് ചെയ്തു, അതിൻ്റെ മെറ്റീരിയൽ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തയ്യാറെടുത്തു, അതിനുശേഷമാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് ദി ഷൂട്ട് എന്ന് പറയുന്ന പോർഷൻസ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് വിതിൻ സെക്കൻഡിൻ്റെ ഒരു ഫ്രാക്ഷൻ കൊണ്ട് തന്നെ നമ്മളിത് മനസ്സിലാക്കിയിട്ടാണ് ഈ ഡയഫ്രം അഡ്ജസ്റ്റ് ചെയ്യുന്നതും. ഈ ഓട്ടോയിലിട്ടുള്ള കളി ഒരിക്കലും ഒരു പ്രൊഫഷണൽ ക്യാമറാമാൻമാർ ചെയ്യാറില്ല. അവരേറ്റവും കൂടുതൽ സ്പീഡാകുന്നത് ഫോക്കസ് ചെയ്യുക, അതിനൊപ്പം തന്നെ അതിൻ്റെ ഡെപ്ത് ഓഫ് ഫീൽഡ് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ലൈറ്റിങ്ങിൻ്റെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഫ്രെയിമിലെ കമ്പോസിങ്ങിൽ എന്തെല്ലാം പകർത്തിയെടുക്കണം, അത് എത്ര ഡെപ്തോടുകൂടി പകർത്തിയെടുക്കണം എന്നും മനസ്സിലാക്കിയിട്ടാണ് അവർ ക്ലിക്ക് ചെയ്യുന്നത്. ഓരോ ക്ലിക്കും വാല്യുബിളാണ്. ഇന്ന് നമുക്കൊരു ക്ലിക്കിൽ തന്നെ 10, 12, 20 ഒക്കെ ഷോട്ട്സുകൾ കിട്ടുന്ന രീതിയിലേക്ക് ക്യാമറ വളർന്നു കഴിഞ്ഞു. അതുപോലെ നമുക്ക് ഓട്ടോ ഫോക്കസിലാണ് പല കാര്യങ്ങൾ ചെയ്യുമെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്വാളിറ്റി പിക്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും മാനുവലായിട്ട് തന്നെ ഫോക്കസ് ചെയ്ത് ക്ലിക്ക് ചെയ്യേണ്ടി വരും. ഇങ്ങനെ വരുമ്പോഴാണ് ഷൂട്ടിങ്ങിൽ ഫോട്ടോഗ്രാഫി ക്യാൻ ബി ഹാർഡ് ടാസ്ക് മാസ്റ്റർ. അതൊരു സിമ്പിളല്ല, ഹാർഡ് ടാസ്ക് മാസ്റ്റർ. അതാണ് ഹാർഡ് ടാസ്ക് മാസ്റ്ററാണ്. എ ലോട്ട് ഓഫ് പീപ്പിൾ ഫൈൻഡ് ദി ഓൾ തിങ്സ് എ ബിറ്റ് over when they first start take the picture. So let us simply think little the all things. നമ്മൾ പലപ്പോഴും ഒരു ചിത്രം എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു സെക്കൻഡിനുള്ളിൽ നമ്മുടെ മനസ്സിലൂടെ ഡിഫറൻ്റായിട്ടുള്ള കാര്യങ്ങളാണ് കടന്നു പോകുന്നത്. അതാണ് നമ്മളത് മനസ്സിലാക്കാനുള്ള, നമ്മൾ ഒരു ഓട്ടോ ഫോക്കസ് ഇട്ട് ഫ്രെയിം പിടിച്ചു ക്ലിക്ക് ചെയ്ത് അല്ലെ ഫോണെ പിടിച്ചു അതിൻ്റെ നമ്മുടെ ബാലൻസ് ചെയ്ത് അതിൻ്റെ ഒരു കൃത്യമായ രീതിയിലുള്ള ഫ്രെയിം ഫിക്സ് ചെയ്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ബ്യൂട്ടിഫുള്ളായിട്ടൊരു ചിത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരു പ്രൊഫഷണൽ ക്യാമറ ഉപയോഗിച്ച് ഏത് ലെൻസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എടുക്കേണ്ട ചിത്രങ്ങളുടെ വ്യാപ്തി, അതിൻ്റെ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ കമ്പോസിങ്, അതിനകത്ത് വരുന്ന ലൈറ്റിൻ്റെ സാച്ചുറേഷൻസുകൾ, ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, ഇതെല്ലാം നമ്മൾ അറിയാതെ നിമിഷത്തിൻ്റെ ഈ കടന്നു വേണം. അതാണ് നമ്മുടെ ഒരു ആർട്ട് വർക്കായിട്ട് ഇതിനെ കാണുന്നത്. ഇതൊരു മാസ്റ്ററാണിത്, ഒരിക്കലും ടാസ്ക് മാസ്റ്ററാണ്. ഈ ഒരു ടാസ്ക് നമ്മൾ വളരെയധികം ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമാണ് നേടിയെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അതിനകത്ത് നമ്മൾ 3 കോമ്പോസിഷൻ ആൻഡ് ഫോക്കസ്, എക്സ്പോസർ.
കോമ്പോസിഷൻ കഴിഞ്ഞാൽ അത് ഫോക്കസ് ചെയ്ത് വെച്ച് എക്സ്പോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. ISO അഡ്ജസ്റ്റ് ചെയ്യണം, അപ്പാർച്ചർ അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഐറിസ്, അല്ലെങ്കിൽ എഫ് സ്റ്റോപ്പ് എന്ന് പറയണമെങ്കിൽ പിന്നെ ഷട്ടറിൽ എത്ര സ്പീഡ് വേണമെന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതെല്ലാം ഓട്ടോയിലിട്ട് അവരുടെ ക്ലിക്ക് നടക്കും. പക്ഷേ നമ്മൾ ഓരോന്നും കൃത്യമായി പ്ലാൻ ചെയ്ത് നമ്മുടെ മുമ്പിലുള്ള ഫ്രെയിമിലേക്ക് അത് കൊണ്ടുവരുമ്പോൾ ഷാർപ്പായിട്ട് നമ്മളത് ഫോക്കസ് ചെയ്തെടുക്കുമ്പോൾ നമ്മളെല്ലാം ചെയ്തിട്ട് ഷാർപ്പ് ഫോക്കസ് അല്ലേ പോയി. ഇനി നമ്മളെല്ലാം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ എക്സ്പോസിങ്ങിന് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് അല്ലെങ്കിൽ അത് പോയി. ഇനി ഇതെല്ലാം അറിയാൻ തന്നെ നിങ്ങളെ കമ്പോസിഷൻസ് ഭംഗിയില്ലെങ്കിൽ അത് പോയി. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരേ സമയത്ത് ഒരു നിമിഷത്തിനുള്ളിൽ കടന്നു വരിക എന്നുള്ളതാണ് ഒരു ഫോട്ടോഗ്രാഫറുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവൻ്റെ ആ സ്പീഡ് ഓഫ് എസ്തറ്റിക് സെൻസിൻ്റെ ഒരു സ്പീഡ്. അതുകൊണ്ടാണ് ഈ ടാസ്ക് വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. പക്ഷേ നിരന്തരം പ്രാക്ടീസ് അതുകൊണ്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ ധാരാളമായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതിലെ ഓരോ ഭാഗങ്ങൾ ഫോക്കസ് ചെയ്യാൻ പഠിക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് സ്റ്റാർട്ടഡ് ടേക്കിംഗ് പിക്ചേഴ്സ്. സോ ഇറ്റ് ഈസ് സിംപിളി തിങ്സ്. ഇറ്റ് ഈസ് ബിലീവ് ദാറ്റ് വെൻ ഇറ്റ് ഗെറ്റ്സ് ദി ഡൗൺ to there are only really 3 things you need to the understanding to make great image from day one. നമുക്കൊരു നല്ല ചിത്രം പെട്ടെന്നൊന്നും കിട്ടണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ ഒത്തിരി ക്ലിക്കുകളിലൂടെ ആയിരിക്കും നമ്മൾ കൊണ്ടുവരുന്ന ചിത്രങ്ങളിൽ ഒരു ബെറ്റർ ചിത്രം നമുക്ക് കിട്ടാൻ പോകണം. ഈ ഐ ക്യാൻ ദം ദി ഹോൾ ട്രിനിറ്റീസ് ഓഫ് ഫോട്ടോഗ്രാഫി നോ എഫേർട്ട് ദി intended. The fact is these 3 elements intended so much. It is through they are one get to grip with these ideas and you will start you images making career on a film shooting era. നിങ്ങളുടെ ഒരു ഫിലിം ഷൂട്ടിങ്ങിൻ്റെ ഒരു കാലഘട്ടം ആരംഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. വളരെ ബുദ്ധിപരമായിട്ട് അതിൻ്റെ ക്രാഫ്റ്റിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തത് ഒരു വലിയ ക്രാഫ്റ്റാണ്. നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങളുടെ ഒരു ചിത്രം മറ്റുള്ളവർ കാണുന്നതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായി അതേ സ്ഥലത്ത് നിന്ന് അതേപോലെ നിങ്ങൾക്ക് പകർത്തിയെടുക്കുമ്പോൾ നിങ്ങളുടെ ചിത്രം മാത്രം വ്യത്യസ്തമാക്കി എടുക്കാൻ നിങ്ങൾക്ക് കമ്പോസിങ്ങിലൂടെ കഴിയും. അതിൻ്റെ ഫോക്കസിങ് വരുമ്പോൾ ലെൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ഏത് രീതിയിലുള്ള ലെൻസുകൾ സെൻസ് ഉപയോഗിക്കുന്നു എന്നുള്ളവരും പിന്നെ അത് എക്സ്പോസ് ചെയ്യാൻ അത് പകർത്തി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഷട്ടർ സ്പീഡും ഐറിസും അല്ലെങ്കിൽ ISO നിങ്ങൾ എങ്ങനെ നിങ്ങൾ ഫിക്സ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ചിത്രം ബ്യൂട്ടിഫുൾ ആകുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ ഒരു 10 പേര് 10 ചിത്രം ഒരിടത്ത് തന്നെ എടുത്താലും അത് 10 മൂഡലിൽ ലഭിക്കുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ അത് നിങ്ങൾ ആദ്യം അതിനകത്ത് നമ്മൾ ഒരു ഫ്രെയിം ഫിക്സ് ചെയ്യൽ കോമ്പോസിഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. When you look through the viewfinder of camera, you are framing the world. നിങ്ങളൊരു ലോകത്തെ നിങ്ങളുടെ മുമ്പിലുള്ള വേൾഡിനെ നിങ്ങളൊരു ഫ്രെയിമിനകത്തോട്ട് കൊണ്ടുവരികയും നിങ്ങൾ തീരുമാനിക്കുന്ന ഫ്രെയിമിലുള്ള സാധനം മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ല നിങ്ങൾക്ക് തോന്നണ പോലെ നിങ്ങൾ അലസമായി ചെയ്യുന്നതിന് അലസമായി കിട്ടുള്ളൂ. നിങ്ങൾ സെൻസിറ്റീവായി ചെയ്താൽ സെൻസിറ്റീവ് ആയിട്ട് കിട്ടും. ജസ്റ്റ് ആസ് എ പെയിൻറ്റർ വുഡ് ഡു. എങ്ങനെയാണ് ഒരു പെയിൻറ്റർ പെയിൻറ്റ് ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കും? അവൻ ക്യാൻവാസ് വെച്ചു, അതിനകത്ത് സ്കെച്ച് ഇട്ടു, സ്കെച്ചുകളൊക്കെ തിരുത്തി വളരെയധികം മുമ്പിലുള്ള സബ്ജക്റ്റുകൾ പഠിച്ച് ഓരോ നിറങ്ങൾ വെച്ച് പെയിൻറ്റ് ചെയ്യും. അത് എത്രയോ നിമിഷം കൊണ്ട് നിങ്ങൾക്ക് പറത്തിയെടുക്കാൻ. യു ആർ ദി ചൂസിങ് വാട്ട് ഈസ് ഇൻ ദി ഫ്രെയിം ആൻഡ് ഹൗ ഈച്ച് ഓഫ് ദി എലമെൻറ്റ്സ് വിൽ യു ടുഗദർ. നമുക്ക് എങ്ങനെയാണോ അത് പകർത്തിയെടുക്കാൻ, സെയിം ഓഫ് യു മൈറ്റ് say that this is the overstarting the activity. Although is in point the camera at the subject and push the button. I agree that whether you realize it the conscious or not in pushing the button, you are the actually make it that or the decisions that affected the way you image look make better composition is all about to become actively involving the decision you make before exposing the film. I find it helpful to look at the choice on by one.
നിങ്ങളെങ്ങനെ ഫ്രെയിം കമ്പോസ് ചെയ്യുന്നു, അതിനകത്ത് നിങ്ങൾ എന്ത് പകർത്തിയെടുക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഫിൽട്ടർ ചെയ്ത് വേണം ചെയ്യാൻ. നിങ്ങൾക്ക് എന്ത് വേണം. ഇപ്പോൾ ഒരാൾ ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരാൾ വന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവൻ മാറ്റിയിട്ട് എടുക്കുന്നതാണ് അല്ലേ. എടാ മാറി നിൽക്കടാ, അങ്ങോട്ട് ഇങ്ങോട്ട് മാറി നിൽക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് മരത്തോടൊന്നും പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ മരത്തിന് ചുറ്റും നടന്നിട്ടായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ലാൻഡ്സ്കേപ്പ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ആളുകളെ മാറ്റാൻ പശുവും പട്ടീനെയൊക്കെ കൊണ്ട് ഓടിച്ചിട്ടിട്ട് നമുക്ക് ഫ്രെയിം സെറ്റ് ചെയ്യാം. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള ലാൻഡ്സ്കേപ്പ് വരുമ്പോൾ നമ്മൾ മാറി നടന്ന് നമ്മളെല്ലാത്തിനോടും വിനയത്തോടും എളിമയോടും കണ്ടുകൊണ്ട് നമുക്കത് പകർത്തിയെടുക്കാൻ കഴിയണം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കമ്പോസിങ്. അത് തീർന്നിട്ടില്ല. ഫിൽറ്ററിങ് സംടൈംസ് ദി ലോട്ട് ഓഫ് പീപ്പിൾസ് ഡു almost വിത്ത് തിങ്കിങ്. Put a camera in someone's hand and immediately they are asking you to move that vase. Stand it to the right so that can be see the church. Stephen behind you that they all makes decisions about their this should be to the picture. നമ്മുടെ മുമ്പിൽ ഒരാളൊരു ഉദാഹരണം പറയുന്ന ഒരു ഓത്തർ ആ ഒരു പള്ളി കണ്ടു. പള്ളിയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മളൊരു ആംഗിള് ചിലപ്പോൾ ഫ്രണ്ടായിരിക്കും, ചിലപ്പോൾ സൈഡിൽ നിന്നായിരിക്കും, ചിലപ്പോൾ ഒരു ഏരിയൽ ഷോട്ടായിരിക്കും, ചിലപ്പോൾ വളരെ ഫിഷായി ലെൻസ് ഇട്ടിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. ഈ എക്സ്പോസ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്ന ഫ്രെയിമിൻ്റെ ബ്യൂട്ടി നിങ്ങളുടെ മനസ്സിലാണ് ഇരിക്കുന്നത്. അത് നിങ്ങൾ കമ്പോസ് ചെയ്യുമ്പോൾ കീപ്പ് ഇറ്റ് സിമ്പിൾ ടു ദി get control over your images organization. Control of the image organization. Imagine organize ചെയ്യാനുള്ള control. When you are looking to throw, you find that ask yourself the question, is there is much that frame offered some of the best images are they wants the present the single idea or subject with the distractions move object the change background and over the reorganize your subject if you have to, but make sure that distraction to unwanted elements are removed for the frame. Unwanted elements are removed. ചിലപ്പോൾ ഓടുന്ന പക്ഷേ നമുക്ക് കൺട്രോളിലുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്കത് മാറ്റിയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. നമുക്കൊരു ഫ്രെയിമിനകത്ത് ഇത് മതി എന്ന് നമുക്ക് തിരിയില്ല, ഇത് കൂടെ വേണം എന്ന് നമുക്ക് തീരുമാനിക്കും. പക്ഷേ അല്ലാതെ നമ്മൾ പുറത്തുള്ള ഒരു റോഡിൽ പോകുമ്പോൾ വാഹനങ്ങളെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തൊരു വാഹനം വരുന്നുണ്ടെങ്കിൽ നമുക്കത് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ ഒരു നേച്ചറിനെ പകർത്തുമ്പോൾ അതിനകത്ത് കൂടെ കടന്നു വരുന്ന ഒരു സാധനത്തെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ഗെറ്റ് ടു ദി പോയിന്റ് വി വ്യൂ ഫൈൻഡർ ഫോട്ടോഗ്രാഫി may view about the communication as we know one of the quickest and best way to the communication to get to the point. The sum can be said to making images. Again, when you are shooting, ask yourself, നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കണം, എന്ത് what am I trying to say in this story? What is to the point of the photography? നമ്മൾ ഈ പറയാൻ പോണ സ്റ്റോറിയിൽ നമ്മൾ എന്ത് പോയിന്റ് ഔട്ട് ചെയ്യണം, എന്താണ് നമ്മൾ ടെല്ല് ചെയ്യാൻ പോണത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സ്വയം വിലയിരുത്തിയിട്ട് വേണം നമ്മൾ ഒരു ക്ലിക്ക് ചെയ്യാൻ. വൺസ് യു ഹാവ് ദി നറേറ്റ്, നിങ്ങൾ ചുമ്മാ ഫോട്ടോ എടുത്ത് നടക്കുന്ന സംബന്ധിച്ച് ഇതൊന്നും ചിന്തയിൽ വരുന്നില്ല. പക്ഷെ നിങ്ങളതിനകത്ത് വരുന്നുണ്ട്. നിങ്ങളെ ഈ വ്യൂ എന്താണോ ഗ്രേറ്റ് ഇമേജ് പകർത്താൻ ഉദ്ദേശിക്കുന്നതിനകത്ത് ഇതെല്ലാം അറിയാതെ വരുന്നുണ്ട്. നിങ്ങൾ നല്ലൊരു ഫോട്ടോ അറിയാതെ എടുത്താവും, ചിലപ്പോൾ അറിഞ്ഞെടുത്താവും. പക്ഷേ ഇങ്ങനെ ഒരു സെൻസ് വളർത്തിയെടുക്കുകയാണ് നിങ്ങളൊരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ ആദ്യം ചെയ്യേണ്ടത്. യു ഹാവ് വ്യൂ ഫൈൻഡർ ആൻഡ് മേക്ക് യു ഷുവർ ദാറ്റ് ഓൾ ഓഫ് വാട്ട് യു സീ റിയലൈസ് ടു ദി പോയിന്റ് യു ആർ മേക്കിംഗ്. ഇഫ് യു ആർ ടേക്കിംഗ് എ പോർട്രേറ്റ്, make sure that all the other objects in this frame relate to you sitting in some way. If they don't, remove them. If you are interested in the area of landscape photography, be selected about what you live in or put out of the picture. Move the camera around. Make sure that what you are viewing the present is clear and consistent idea. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ, നമ്മളൊരു പോർട്രേറ്റ് എടുക്കുന്നു. ചിലപ്പോൾ ഒരു പച്ചക്കറിക്കാരൻ്റെ ഒരു പോർട്രേറ്റ് എടുക്കുമ്പോൾ കുറേ ആപ്പിൾ പച്ചക്കറി സാധനം, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്സ് വിൽക്കുന്ന ഒരാളുടെ പോർട്രേറ്റ് എന്നുള്ള ഇപ്പുറത്തിരുത്തി എടുക്കുന്നത്, അതിൽ കുറേ ഫ്രൂട്ട്സ് ഇരിക്കുന്നത്, അത് പോർട്രേറ്റിനകത്ത് ആ കഥ ടെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം. നിങ്ങളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പോർട്രേറ്റ് എടുത്ത് കൊടുത്താൽ പറ്റുമോ? ഇപ്പം നിങ്ങൾ ആധാർ കാർഡിലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അതിനൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണമെന്ന് ഗവൺമെൻറ് റൂൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്തോളൂ.
നിങ്ങൾ വീട്ടിൽ വലിയ ഫാമിലി ഫോട്ടോസൊക്കെ പ്രത്യേകം പിടിച്ചു നിർത്തി എടുക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ മുമ്പിൽ കൊണ്ട് വെച്ച് വീടിൻ്റെ മുമ്പിലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ആ വീട് കാണണം, നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ട് കാണണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പണ്ട് നിങ്ങൾ കണ്ടാണ് വലിയ പോർട്രേറ്റ്സുകളൊക്കെ രാജാക്കന്മാരൊക്കെ നിൽക്കുന്നതിൻ്റെ സ്റ്റൈല് ഫോട്ടോസുകളൊക്കെ കൊട്ടാരത്തിലൊക്കെ വരച്ച് വെച്ചിരിക്കണതാണ്. അതിൻ്റെ തന്നെ സ്റ്റിൽ എടുത്തിട്ടുള്ള കാലഘട്ടത്തിൽ അത് തിരുവനന്തപുരത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതുപോലത്തെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവർ നിന്നെടുത്തിരുന്നത്. ഇപ്പോൾ നമ്മൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയാൽ പത്മനാഭസ്വാമി ക്ഷേത്രം കൂടെ കിട്ടത്തക്ക രീതിയിലായിരിക്കും അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങളെവിടെയും ടൂർ പോയാലും നിങ്ങൾ അതും കൂടെ കിട്ടുന്ന രീതി, അത് നിങ്ങൾ അതിനകത്തായിട്ട് ഉൾക്കൊള്ളാൻ നിങ്ങൾ തീരുമാനിക്കുന്നതാണ്. വലിയ മനോഹരമായ ലാൻഡ്സ്കേപ്പ് കണ്ടാൽ നിങ്ങൾ അവിടെ ഇറങ്ങി ഒരു ഫോട്ടോ എടുത്തെന്ന് വെച്ചു. ആ ഫോട്ടോ നിങ്ങൾ ആ ലാൻഡ്സ്കേപ്പ് കൂടെ ഞാൻ അതിനകത്ത് ഉൾക്കൊണ്ട് വരികയാണ്, ഞാനാണ് അതിനകത്തുള്ളതെന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഒരു ഷൂട്ട് ചെയ്യാനാണ് പോകുമ്പോൾ നമുക്ക് കുറേ സഞ്ചരിച്ചിട്ടായിരിക്കും ഏറ്റവും നല്ലൊരു വ്യൂ കിട്ടുന്നത്. അപ്പോൾ ആ വ്യൂവിലേക്ക് പോകുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരിക്കും അത് ആ വ്യൂ കണ്ടെത്തുന്നത്. ഇങ്ങനെയുള്ള കണ്ടെത്താനുള്ള ഒരു കൺസിസ്റ്റൻസ്, ക്ലിയർ ആൻഡ് കൺസിസ്റ്റൻറ്റ് ഐഡിയ, അതാണ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ. റിമെമ്പർ, ഫിൽറ്ററിങ് ക്യാൻ മേക്ക് എ ബ്രേക്ക് എ ഷോട്ട്. ഡോണ്ട് ജസ്റ്റ് തിങ്ക് അബൌട്ട് വാട്ട് യു വാണ്ട് ടു ദി പിക്ചർ, തിങ്ക് അബൌട്ട് വാട്ട് യു ഡോണ്ട് വാണ്ട് അസ്. നമുക്ക് എന്ത് വേണം എന്ത് വേണ്ട എന്ന് നമ്മളൊരു ഫ്രെയിമിനകത്ത് തീരുമാനിച്ച് വേണം ആ ഫോട്ടോ എടുക്കുക. അപ്പോൾ നമ്മൾ ഈ കോമ്പോസിഷനെ കുറിച്ച് ധാരാളമായി ചെയ്യുക, പഠിക്കുക ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള ഫോണായാലും മതി, തീരുമാനിച്ചുറച്ച് നമ്മൾ ചെയ്യുക. അത് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ കഴിയുക, ചിന്തിക്കുക, അങ്ങനെ നമ്മൾ ചെയ്യുക. അതാണ് ആദ്യം ഈ കോമ്പോസിഷനെ കുറിച്ച് നമ്മൾ ഘടകങ്ങൾ നമ്മൾ കോമ്പോസിഷൻ ആദ്യം ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഫോക്കസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എക്സ്പോഷൻ കാര്യങ്ങൾ ചെയ്യുന്നത്, ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കോമ്പോസിഷൻ പെട്ടെന്ന് തന്നെ എടുക്കാനും പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രെയിം ചെയ്യാനും കഴിയുക എന്നുള്ളതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക.